ഒരു കുടുംബം, രണ്ട് കാറുകൾ. ഒരു കാറ് കോഴിക്കോട് നിന്ന് വരുന്നു, ഒന്ന് തൃശ്ശൂരിൽ നിന്നും. ഒരേ ലക്ഷ്യം, ശ്രീ പഴനി മുരുകന്റെ അനുഗ്രഹം. ഇന്ന് രാവിലെ കൃത്യം 6 മണിക്ക് ഞങ്ങളുടെ കുടുംബം മുഴുവൻ പഴനിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഞാനും എൻ്റെ ഭർത്താവും, മകളും ഭർത്താവും കൊച്ചുമക്കളും, ഏട്ടനും കുടുംബവും അനിയത്തിയും കുടുംബവും കോഴിക്കോട് നിന്നായിരുന്നു വന്നത്. എല്ലാവരും ചേർന്നപ്പോൾ യാത്രയുടെ സന്തോഷം ഇരട്ടിയായിട്ടോ. അവര് ഗോപാലപുരത്തെത്തി കാർ നിർത്തി, ഞങ്ങൾ ഗോപാലപുരത്തെത്തി. പിന്നെ ഞങ്ങളുടെ യാത്ര ഒന്നിച്ചായിരുന്നു. യാത്ര തുടങ്ങി അധികം വൈകാതെ തന്നെ എല്ലാവർക്കും നല്ല വിശപ്പായി. ഹോട്ടലുകളൊക്കെ തപ്പി അവസാനം പൊള്ളാച്ചിയിലെ ഒരു ഹോട്ടലിൽ നിർത്തി. ഗൗരി കൃഷ്ണ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. നല്ലതായിരുന്നു കേട്ടോ. അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറയാതെ വയ്യ, അത്രയും രുചിയായിരുന്നു. വയറും മനസ്സും ഒക്കെ നിറച്ച് വീണ്ടും ഞങ്ങൾ പഴനിയിലേക്കുള്ള യാത്ര തുടർന്നു. കാറ് പഴനിയിലേക്ക് പോകുമ്പോൾ ഞാൻ ഓടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത്രയും ദൂരം എനിക്ക് ഓടിക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ഭർത്താവ് തന്നെയാണ് ഓടിച്ചത്. കുറെ സമയം ഏട്ടന്റെ മകൻ ഓടിച്ചു. പിന്നെ പഴനിക്കടുത്തെത്താനായപ്പോൾ ഞാൻ തന്നെ ഏറ്റെടുത്തു. മനസ്സിൽ ഒരേ ഒരു സന്തോഷം, മുരുകന്റെ സന്നിധിയിലേക്ക് ഞാൻ തന്നെ കാർ ഓടിച്ചെത്തുന്നു എന്നത്. മുരുകന്റെ അടുത്ത് എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു, നല്ല വെയിലും. എങ്ങോട്ട് പോകണോ, റോപ്പ് കാർ വേണോ, കേബിൾ കാർ വേണോ, അതോ പടികൾ കയറണോ, കുറച്ച് ആശയക്കുഴപ്പം നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു സ്റ്റെപ്പ് കയറുക എന്നുള്ളത്. പക്ഷെ എനിക്കതൊരിക്കലും കഴിയില്ല എന്ന് കരുതിയിട്ട് ഞാനത് അവോയ്ഡ് ചെയ്താ, അതിന് ശ്രമിക്കാറേ ഇല്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. അവസാനം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചു, മുരുകനെ കാണാൻ പടികൾ കയറി തന്നെ പോവാന്ന്. കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഓരോ പടിയും കയറുമ്പോഴും ക്ഷീണത്തെക്കാൾ മനസ്സിൽ നിറഞ്ഞത് ഭക്തിയായിരുന്നു. ഒടുവിൽ മുരുകന്റെ സന്നിധിയിലെത്തി. ആ ദർശനം വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത അനുഭവം. ആ നിമിഷം മനസ്സ് മുഴുവൻ ശാന്തമായി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ദർശനത്തിന് ശേഷം ഞങ്ങൾ താമസിക്കാനായി എടുത്ത വീട്ടിലേക്ക് പോയി. ഈ മുരുകന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ താഴത്ത് ഗണപതി ക്ഷേത്രം ഉണ്ട് കേട്ടോ. ആ ഗണപതി ക്ഷേത്രത്തിലൊക്കെ ഞങ്ങൾ നന്നായിട്ട് തൊഴുതു. അതിനുശേഷമാണ് പടികളൊക്കെ കയറിയത്. നല്ല വെയിലായിരുന്നു, കാലൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു നേരം ആ പൊള്ളലുണ്ടായിരുന്നുള്ളൂ, പിന്നെ അതൊന്നും അറിഞ്ഞിട്ടില്ല. വൈകുന്നേരം വീണ്ടും ഏട്ടനൊക്കെ ക്ഷേത്രത്തിലേക്ക് പോയി. ക്ഷേത്രത്തിൽ തൊഴാനല്ല, തലമുടി സമർപ്പിച്ചു. കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് വീണ്ടും മുരുകനെ തൊഴാൻ പോണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അവര് മാത്രം പോയി. പക്ഷെ അവര് മുകളിലൊന്നും കയറിയില്ല, മുടി മൊട്ടയടിച്ചു വന്നു. ഏട്ടൻ മാത്രം. രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങി വിശ്രമിച്ചു. ഒരു ദിവസത്തെ യാത്രയായിരുന്നു, പക്ഷെ മനസ്സിൽ ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കാനുള്ള ഓർമ്മകൾ സമ്മാനിച്ചൊരു യാത്രയാണ്. അവിടെ ഞങ്ങളൊരു വീടെടുത്തതായിരുന്നു. ആ വീട്ടിൽ ഒരു ദിവസത്തേക്ക് വലിയ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു വീടായിരുന്നു. ഇതിനിടയിൽ ഞങ്ങളുടെ കുഞ്ഞുമോളുടെ കുസൃതികളും സംസാരവും ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കി. അവളുടെ ചെറിയ ചെറിയ വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്കും ചിരി അടക്കാൻ പറ്റില്ല. അതൊന്നും മിസ് ചെയ്യരുതേ. അപ്പോൾ ഞങ്ങളുടെ പഴയ യാത്ര നിങ്ങൾക്ക് അനുഭവിക്കാം. വീഡിയോ മുഴുവൻ കാണാൻ മറക്കരുത്. അപ്പൊ ഇന്ന് നമ്മള് പഴനിയിലാണ് വന്നത്. എല്ലാവരും അമ്മ, അമ്മേ, വല്യമാമൻ, അനുമാമൻ, അങ്ങനെ കൊറേ വരുന്ന ചേച്ചി, അച്ഛൻ, കിച്ചൻ, അച്ഛൻ, എന്റെ അനിയത്തി, ഇങ്ങനെ കൊറേ വരും. പെട്ടെന്ന് ഞങ്ങള് മലയൊക്കെ സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങള് തിരിച്ചു വരികയും ചെയ്തു. മുരുകൻ കാത്തുകൊണ്ട് നല്ല വേണ്ടു. നല്ല എല്ലാരും സ്ട്രെങ്ത് ഒക്കെ വെച്ചിട്ട് എങ്ങനെ കയറിയാൽ ഞങ്ങൾക്ക് പോലും അറിയില്ല. ആ ഹനുമാൻ ചോപ്പ് ടീഷർട്ട് ഇട്ട് ആരാണ് മിസ്സിംഗ് ആയത്. പിന്നെ പഴനിയില് സ്റ്റെപ്പ് കയറി ഭഗവാനെ തൊഴുതു. സ്റ്റെപ്പ് കയറി തൊഴണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടേ ഇല്ല. കാരണം പറ്റില്ല എന്നുള്ള ഭാവത്തില് അത് മാറ്റി വെച്ചൊരു വിഷയമായിരുന്നു. പക്ഷെ സാഹചര്യം ഞങ്ങളെ ഇവിടെ എത്തിച്ചു അല്ലെ. ഇവിടെ നമ്മൾ ഉച്ചയ്ക്കാണ് എത്തിയത്, നല്ല വെയിലെത്താണ് എത്തിയത്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറേണ്ട ഒരു സാഹചര്യം. പക്ഷെ സുഖമായിട്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങി തൊഴുതു.
ഒന്നും പറയണ്ട. സന്തോഷായി. ഭഗവാൻ ഒരുപാട് നന്ദി പറയാം ഈ അവസരത്തിന്. അല്ലേ ചന്തു? ഇടക്കിടക്ക് കുറച്ച് പൊള്ളലും ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ? സ്റ്റെപ്പ് കയറുമ്പോ നിനക്ക് പൊള്ളിയോ? സ്റ്റെപ്പ് കയറുമ്പല്ല, മറ്റേ സ്റ്റെപ്പിന്റെ മുകളിൽ മറ്റേ ഇതില്ലാതെ